ഹായ് എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഈ ചാനൽ മുൻകൂടി കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നമ്മൾ ഇന്നത്തെ സ്റ്റഡി അബ്രോഡ് പരമായ വീഡിയോസും UK കറണ്ട് അപ്ഡേറ്റ്സും UK നമുക്ക് ഫ്രീ ആയിട്ട് വരാനുള്ളത്, സ്റ്റുഡന്റ് വിസ വരാനുള്ളത്, സ്റ്റുഡൻസിന്റെ ഓപ്പർച്യൂണിറ്റീസ്, നേഴ്സുമാരുടെ ഓപ്പർച്യൂണിറ്റീസ്, UK ജോബ് സാധ്യതകൾ, ഇതിനെ പറ്റുള്ള വീഡിയോസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നിങ്ങൾ UK പഠിക്കാൻ വരികയോ ഇവിടെ വന്ന് ജീവിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അത് ഷോർട്സോടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ തന്നെ ബി പുതുപ്പറമ്പിൽ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എന്താ പറയുക, ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് പരമായ ഡൗട്ട്സ്, അഡ്മിഷൻ എൻക്വയറീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മളുടെ കൺസൾട്ടൻസി ത്രൂ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ, പാർട്ട് ടൈം ജോബ്, അക്കോമഡേഷൻ, നിങ്ങൾക്കുള്ള ഒരു കരിയർ സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കൺസൾട്ടൻസീസ് നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളും മറ്റുമായിരിക്കും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു ഇൻഷുർ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് പാർട്ട് ടൈം ജോബിനും അക്കോമഡേഷനും എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കരിയർ പാത്വേ ഉള്ളൊരു സ്കീമിലേക്ക് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ നേഴ്സുമാർക്ക് എങ്ങനെ ഇനി UK എത്താം. അതായത് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് 1 വർഷമായി, ഇനി ഇത് തുടങ്ങുമോ ഇല്ലയോ, നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നേഴ്സുമാർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു. മനസ്സ് ഇവിടെ വന്നു 2 വർഷം കഴിയുമ്പോഴത്തേക്കും കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം, നേഴ്സുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എക്സ്പെൻസുകൾ എന്താ പറയുക, ഇവർക്ക് മുതലാവുന്നില്ല ഒരിക്കലും. കാരണം ഇത്രയും ഭവ്യമായ തുകകൾ മുടക്കിയ ആളുകളെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശേഷികളും ഫണ്ടിങ്ങും എന്താ പറയുക നമ്മുടെ ട്രസ്റ്റുകൾക്ക് ഇപ്പൊ കുറവാണ്. അത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം NMCയുടെ റൂൾ ചേഞ്ചുകളും NHSലുണ്ടായ റൂൾ ചേഞ്ചുകളും. അതായത് NMC ഇവിടെയുള്ള നിലവിൽ UK ആൾക്ക് എന്താ പറയുക രജിസ്റ്റേർഡ് നേഴ്സിന്റെ അതായത് ബാൻഡ് 6 ഒരു നേഴ്സിംഗ് മാനേജറുടെ റെഫറൻസും കാര്യങ്ങളുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവാം, CBT മോസ്കിം അങ്ങനെ ഒരു കാരണം വന്നപ്പോൾ UK ആയിരക്കണക്കിന് കെയർ ഹോമുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആവാനും ഒരു NHSലും കെയർ ഹോമിലും പ്ലേസ് ആയതുകൊണ്ട് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് നേഴ്സുമാരുടെ ആവശ്യങ്ങൾ വളരെയധികം കുറഞ്ഞു. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതുപോലെ കെയർ ഹോമിൽ വന്നിരുന്ന നേഴ്സുമാർ രജിസ്റ്റേർഡ് നേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിയമമാറ്റത്തിന് ശേഷം. അതുകൂടാണ്ട് NHS കൊണ്ടുവന്ന മറ്റൊരു നിയമമാറ്റമാണ്, അതായത് നേഴ്സുമാർക്ക് എത്ര ഷിഫ്റ്റ് വേണമെങ്കിലും പിക്ക് ചെയ്യാം ഒരു വീക്കിലി എന്നുള്ളൊരു നിയമത്തിലേക്ക് അവർ മാറി. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് ഒരു പരിധി വരെ ഇങ്ങോട്ട് കുറഞ്ഞതും. പിന്നെ കൊറോണയുടെ സമയത്താണ് ഈ റിക്രൂട്ട്മെന്റ് നടന്നത്. അപ്പൊ ആ ഒരു ഇത് കാണിച്ച് പല അക്കാഡമികളും പല ഏജൻസികളും നിങ്ങളെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ നേഴ്സിംഗ് ഇന്ത്യ പഠിക്കുക, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇനിയിപ്പോ നേഴ്സുമാർക്ക് വളരെയധികം ഈസി ആയിട്ടും എത്രയും പെട്ടെന്നും UK എത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് UK പാത്വേ കോഴ്സുകളുണ്ട്. പാത്വേ കോഴ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷൻ, നേഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അങ്ങനെ എന്താ പറയാ നേഴ്സിംഗ്, അതായത് ഇങ്ങനെയുള്ള എന്താ പറയാ നേഴ്സിംഗും മറ്റുള്ള എന്താ പറയാ ഗ്രാജുവേഷൻസ് ഉണ്ടല്ലോ, BS റേഡിയോളജി, തെറാപ്പിസ്റ്റുകൾ, അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ്, പല ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും 1 ഇയർ പല കോഴ്സുകൾ UK ലാബിലാണ്. MSc ഇൻ പബ്ലിക് ഹെൽത്ത്, കെയർ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, MSc ഇൻ ക്രിട്ടിക്കൽ കെയർ, ഇങ്ങനെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട 1 ഇയർ മാസ്റ്റേഴ്സുകളുണ്ട് ഈ എന്താ പറയുക മെഡിക്കൽ പ്രൊഫഷണൽസിന് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസ്റ്റേഴ്സ് എത്തി UK വന്നത് കാരണം വെച്ചാൽ ഒരു 1 ഇയറിലേക്ക് നിങ്ങൾക്ക് ഒരു 12 lakhs Indian rupees ഒക്കെ ആയിരിക്കും ഫീസ് ആയിട്ട് വരുന്നത്. ആ ഒരു ഫീസ് നിങ്ങൾക്ക് മൊത്തമായിട്ട് ഒരിക്കലും അടയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ഫീസിന്റെ ഒരു നിശ്ചിത എമൗണ്ട് അടച്ച് പല യൂണിവേഴ്സിറ്റിയും പല എമൗണ്ട് ആണ്. വിത്തൗട്ട് IELTS തന്നെ നിങ്ങൾക്ക് UK എത്താൻ പറ്റിയതാണ്. അപ്പൊ ഇങ്ങനെ ഒരു 1 ഇയർ കോഴ്സ് നിങ്ങൾ എടുത്ത് അതിന്റെ 50% ഫീസ് അടച്ച് വിസ കാര്യങ്ങളായിട്ട് 8 ലക്ഷം രൂപ എടുത്ത് മുടക്കി അല്ലെങ്കിൽ 7 ലക്ഷം രൂപ അടുത്ത് മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് UK എത്താൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ആദ്യത്തെ വർഷത്തെ പാർട്ട് ടൈം ജോബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ വർഷം പാർട്ട് ടൈം ജോബ് ചെയ്യാം. പിന്നെ 2 വർഷം നിങ്ങൾക്ക് ഓപ്പൺ വിസ ഉള്ളത്. ഈ പാർട്ട് ടൈം ജോബിന് സമയത്ത് നേഴ്സുമാരാണ് നിങ്ങൾക്ക് OET നാട്ടിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 ഇയർ തന്നെ നിങ്ങൾക്ക് BT മോസ്കി ഇവിടുന്ന് ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും, രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റും OET ഉണ്ടെങ്കിൽ. ഇപ്പൊ OET ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളിലൊക്കെ അടുത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും NHS കെയർ അസിസ്റ്റന്റ് ആയിട്ടോ നല്ലൊരു നേഴ്സിംഗ് കെയർ ഹോമിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ പറ്റുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് റെഫറൻസും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല നല്ല OET സെന്ററുകളും കാര്യങ്ങളും CBT ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇൻഷോർ എക്സാമും കാര്യങ്ങളും എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് 3 വർഷത്തെ ഓപ്പർച്യൂണിറ്റിയാണ് ഈ 12 ലക്ഷം ഫീസ് മുടക്കി നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ 3 വർഷത്തിൽ നിങ്ങൾക്ക് ബെയർ മിനിമം പാർട്ട് ടൈം ജോബിന്റെ സാലറിയും കാര്യങ്ങളും ഈ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഏകദേശം £1000 മിച്ചം, ഒരു £1025 വരെ മിനിമം വേജസിൽ ഒരു സ്റ്റുഡന്റിന് കിട്ടും. അതിൽ നിങ്ങളുടെ ചെലവ് 500 പോണ്ട് പോയാലും ബാലൻസ് 500 കൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്താണെങ്കിലും UK അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റുഡന്റ് വിസ UK എത്താനും എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ താല്പര്യം
ഉറപ്പായിട്ട് നമുക്ക് അഡ്മിഷൻ എൻക്വയറീസും നിങ്ങൾക്ക് ലോൺ അസിസ്റ്റൻസ്, നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലുള്ള അസിസ്റ്റൻസും ഇവിടെ നമുക്ക് അസിസ്റ്റൻസ് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കൺസൾട്ടൻസി ഓഫീസും നമുക്ക് എറണാകുളത്തും കൊച്ചിയിൽ അവൈലബിൾ ആണ്, നമുക്ക് ദുബായിലും അവൈലബിൾ ആണ് നമ്മുടെ സർവീസ്. പിന്നെ ഇൻഷോർ ഞങ്ങൾ UK ഓൾറെഡി ഉണ്ട്. ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് മൈഗ്രേഷൻസിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മറ്റുള്ള രാജ്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനിയന്മാരൊക്കെ +2 കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ UK വരാനാണെന്നുണ്ടെങ്കിൽ MBBS പഠിക്കാൻ ജോർജിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നേഴ്സുമാർക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ രജിസ്റ്റേഡ് നേഴ്സ് ആവാൻ പറ്റും. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ നേഴ്സുമാരായി കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. പിന്നീട് ഇനി റിക്രൂട്ട്മെന്റിനെ പറ്റി ഇത് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓൾറെഡി 1 year ആയിട്ട് ഈ സംഭവം ഇല്ല. ഇനിയിപ്പോൾ ഇത് വരണമെങ്കിൽ പോലും ഇത്രയും നാളെ ക്ലോസ് ചെയ്ത സംഭവം സ്റ്റാർട്ടായി വന്നെങ്കിൽ പോലും എന്താണെങ്കിലും ഒരു 1 year കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് തുടങ്ങിയാൽ പോലും അടുത്ത റിക്രൂട്ട്മെന്റ് ഒരു 1 year ടൈം എടുക്കും. ചെറിയ രീതിയിലുള്ള ഇൻഷോറിൽ 40,000 പരം നേഴ്സുമാർക്കുള്ള വേക്കൻസി ഉണ്ട്, NHS മാത്രം, പ്രൈവറ്റ് സെക്ടറിൽ വേറെയും. അപ്പൊ ഇത്രത്തോളം നേഴ്സുമാർ ആവശ്യം ഇവിടെ ഉണ്ടെങ്കിലും ഇത് ഇന്റേണലി ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുക. കാരണം ആയിരക്കണക്കിന് കുട്ടികളാണ് ഇപ്പൊ നേഴ്സിംഗ് പഠിക്കാൻ UK വരുന്നത്. ഇവർ ഓരോ വർഷവും പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവരുടെ റിക്വയർമെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് UK എത്ര താല്പര്യമുണ്ടെങ്കിൽ എത്രയും അടുത്ത സെപ്റ്റംബർ ഇൻടേക്കിന് നിങ്ങൾക്ക് UK ഈ ഒരു ഇത് എത്താമെന്നാണ് നമ്മളുടെ ഏജൻസി പ്രത്യേകമായി കാണിച്ചിട്ടുണ്ട്. 15 10 30 നേഴ്സുമാരുടെ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് നിങ്ങൾക്ക് UK വന്ന് രജിസ്റ്റേഡ് നേഴ്സ് ആവാനും ഇവിടെയുള്ള കൺസൾട്ടൻസുമായി നമ്മുടെ ടൈപ്പുകൾ ത്രൂ നിങ്ങൾക്ക് ജോലികൾ നേടിയെടുക്കാനുള്ള സർവീസസ് നമ്മൾ തരുന്നുണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ നേഴ്സസ് ആണ്. നമ്മൾ ആദ്യത്തെ ഒരു 30 നേഴ്സസിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഫീസ് അടച്ച് പോകുന്ന ആദ്യം 30 നേഴ്സുമാർക്കാണ്. നമുക്ക് ഓൾറെഡി ഒരു 15ഓളം നേഴ്സുമാർ ഇപ്പോൾ ജാനുവരി ഇൻടേക്ക് നമുക്ക് വന്നവർ നിൽക്കുകയാണ്. പിന്നെ ഏപ്രിൽ മെയ് ഇൻടേക്കിൽ നമുക്ക് വരുന്ന കുട്ടികളും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഉറപ്പായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇടാം. ഞാൻ ഇന്നപോലെ BSc നേഴ്സിംഗ് കഴിഞ്ഞ് ഇന്ന മാർക്കുകളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. അത് നമ്മൾ പ്രോപ്പറായി റിപ്ലൈ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ ഒരു മെമ്പർ ഓഫ് സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളെ ഇങ്ങോട്ട് എത്തിക്കുന്നതായിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ള കാര്യം കൂടുതലായിട്ട് പറയണ്ട. അപ്പൊ അതൊക്കെയാണ് നേഴ്സുമാർക്ക് UK എത്താനുള്ള വഴികൾ. BSc നേഴ്സിംഗിനെ പറ്റിയും മറ്റുള്ള കോഴ്സുകളെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ പുറമേ ഇടുന്നതായിരിക്കും. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും